ഹേ ഗായ്സ്, ഇപ്പോൾ വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ റീസണാണ് ഈ കയ്യിൽ കിടക്കുന്ന മുതൽ. നേതുവിനൊട്ടും വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. 3 നേരം നെബുലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നൈറ്റ് അപ്പോൾ ഒരുവിധം മാറി അവന്. അപ്പോൾ നമ്മൾ രാത്രിക്കാലത്തെ നെബുലൈസേഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. വേറെ എവിടേക്കുള്ള എക്സിബിഷനാണ്. 2-3 ഡേയ്സിനുള്ളിൽ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ എല്ലാ ഇയറും കല്യാണത്തിന് മുന്നൊക്കെ ഞങ്ങളൊരു 4-5 വട്ടമെങ്കിലും വരുന്ന ഒരു പ്ലേസാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വട്ടം പോലും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇക്കച്ചി ഇങ്ങനെ കാറിൽ ഫുള്ള് സംസാരിക്കുകയാണ്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് വേഗം ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഞങ്ങൾ കുലുക്കി സർബത്തൊക്കെ ട്രൈ ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ വേഗം ടിക്കറ്റ് എടുത്ത് വേഗം അകത്ത് കയറാമെന്ന് വിചാരിച്ചു. അകത്ത് കയറുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഫസ്റ്റ് തന്നെ ഫുൾ ബെഡ്ഷീറ്റും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. എന്നാലും നമുക്ക് എല്ലാം അതുപോലെയൊക്കെ തന്നെ, എല്ലാം ആ ഒരു എന്താ പറയുക, സെയിം അങ്ങനെയൊക്കെ തന്നെയാണ്. ടോയ്സ്, വളമാല, അങ്ങനെയൊക്കെ എല്ലാം ആ സെയിം ആണെങ്കിലും നമുക്ക് എല്ലാ വർഷവും അതൊന്ന് പോയി കാണുമ്പോൾ എന്തൊരു സുഖം, എന്തൊരു മനസ്സുഖം, അത്ര തന്നെ. ഞാൻ ഇങ്ങനെ വളമാല ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കണ്ട് നടക്കാനാണല്ലോ ഇഷ്ടം. എനിക്കങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ മേടിക്കാറില്ല. പിന്നെ വേദുവിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇനിയും കുറേ ടോയ്സിൻ്റെ ഷോപ്പുണ്ട്, നമുക്ക് ഇനി വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ ഓക്കെ. പിന്നെ ഈ ബാഗ്സിൻ്റെ സെക്ഷനിൽ ഞാൻ കയറി, പക്ഷെ പല ബാഗ്സും ഭയങ്കര മെസ്സിയായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അത് മേടിച്ചില്ല. പിന്നെ ഈ കോലാപ്പൂരി ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ ഇക്കിച്ചിക്ക് മേടിച്ചായിരുന്നു കേട്ടോ, ഒരു കോലാപ്പൂരി മേടിച്ചായിരുന്നു. പിന്നെ ഈ മിഠായിയുടെ സെക്ഷനിൽ നിന്ന് വേദു ഓടി വന്നൊരു ജെല്ലി മിഠായി എടുത്തുകൊണ്ട് ഓടി കേസ്. അവൻ ആ പാക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള പൈസ കൊടുത്തു, അത് അവനെ തിന്നാനും പറ്റി. പിന്നെ അതേ നമ്മളിങ്ങനെ നടന്നു. ഇവൻ എല്ലാ ഷോപ്പിലും പോയി ഓരോന്ന് പിടിച്ച് വലിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കയ്യിൽ വേദും ഇക്കച്ചിയുടെ ഒക്കത്താണെന്നുണ്ടെങ്കിൽ നേതുവിനെ നിലത്ത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മളെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഴയ പോലെ ഒന്നല്ലെങ്കിലും എന്തോ എല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആണല്ലോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു രാജസ്ഥാനി ഇങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് ഞാൻ സ്കേർട്ട് എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ അച്ചാറുകൾ 2-3 അച്ചാറുകൾ മേടിച്ചു. പിന്നെ ഞാൻ കുറച്ചധികം ബുക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ബുക്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് നടന്നൊന്നുമില്ല. ഒരുവിധം ക്ലോസ്ഡ് ആണ് ഷോപ്സൊക്കെ. ഇത് കഴിഞ്ഞു, എക്സിബിഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ വേഗം ഷോർട്ട് കട്ടൊക്കെ വഴി പുറത്തേക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നാണല്ലോ ചിന്തിക്കുക. വേഗം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴേക്കും കിച്ചിയുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു ഓഫീസിൻ്റെ. അപ്പോൾ ആ സ്റ്റോളിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം അവിടുന്ന് ആ സെക്ഷനിലൊന്നും ആരുമില്ല. പക്ഷേ നാടൻപാട്ടിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ പിള്ളേരെ വെച്ച് നമുക്ക് കേട്ടിരിക്കുക അങ്ങനെയുള്ളൊരു ഇതല്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഒരു സ്ഥലം ചാടിക്കയറി ഒരു കവർ സാധനങ്ങളുമായി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു കയറ്റി.